അസ്സലാമലൈക്കും. ഞാൻ ഇതിനു മുൻപ് കെന്റിന്റെ ടർബോഗ്രൈൻഡറിൽ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചപ്പോൾ എന്റെ അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ടർബോഗ്രൈൻഡറിൽ എങ്ങനെയാണ് ദോശമാവ് തയ്യാറാക്കുന്നതെന്നുകൂടി കാണിക്കണമെന്ന്. അപ്പൊ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കെന്റിന്റെ ടർബോഗ്രൈൻഡറിൽ എങ്ങനെ 3 മിനിറ്റിൽ ദോശമാവ് തയ്യാറാക്കാമെന്നാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാണ്. 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്ന് ഞാനിവിടെ മുഴുവനെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഈ അരിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സാമ്പാർ പരിപ്പ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതായത് തുവരപ്പരിപ്പ് ഈ 1 ടേബിൾ സ്പൂണും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാണ്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവയും കൂടി ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്തിട്ട് ഇത് സാധാരണ നമ്മൾ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ഈ അരിയും ഉഴുന്നും സെപ്പറേറ്റ് ചെയ്താണ് ഇടുന്നത്. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടൻ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ അരിയും ഉഴുന്നും ഒക്കെ വെള്ളം ഒഴിച്ച് 5-6 മണിക്കൂർ കുതിർത്ത ശേഷമാണ് നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അരിയും ഉഴുന്നും എല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഇപ്പൊ തന്നെ ഇത് അരച്ചെടുക്കുവാണ്. ഞാൻ അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് നമ്മൾ ആട്ടിയെടുക്കുന്നത്. ഈ കെന്റിന്റെ ടർബോ ഗ്രൈൻഡറാണ് അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി ഇത് ആട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ജാറാണ് ഈ ഗ്രൈൻഡറിൻ്റെത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് വളരെ ഷാർപ്പായിട്ടുള്ളതാണ്. ഈ ജാർ എടുത്തിട്ട് നമുക്ക് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരിയും ഉഴുന്നും ഉലുവയും പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് നമ്മളിത് ആട്ടിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആട്ടിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്രയും മതിയാകും. ഇതൊരു ഡിജിറ്റൽ ഗ്രൈൻഡർ ആണ്. ഞാൻ ഇതിനു മുൻപ് ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ദോശയുടെ ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇത് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പവർ പ്രസ് ചെയ്യണം. ഇത് പവർ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേയിൽ മെനു വരും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യണം ഏതാണ് വേണ്ടതെന്ന്. കണ്ടോ, ജ്യൂസ്, സ്മൂത്തി, സോയ മിൽക്ക്, പോറേജ്, പൗഡർ, ചോപ്ഡ്, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം, ഹെർബ് ടീ, സൂപ്പ്, ദോശ മിക്സ്, സ്റ്റീം കുക്ക്ഡ്. അപ്പൊ നമുക്ക് വേണ്ടത് ദോശ മിക്സ് ആണ്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യണം. ദോശ മിക്സിലേക്ക് കൊണ്ടുവരാം. ദോശ മിക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ഡിസ്പ്ലേയിൽ ദോശ മിക്സ് എന്ന് എടുക്കുമ്പോൾ തന്നെ 3 മിനിറ്റ് കാണിക്കും. ഈ 3 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ദോശയ്ക്ക് ഇത് ആട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. കണ്ടോ, ഇതില് ടൈം കുറഞ്ഞു വരുന്നത്. ഇതിവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ഓഫ് ആയിക്കോളും. ഇതിവിടെ ഞാൻ ആട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത് ഈ കെന്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. 3 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ദോശ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 8 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കലക്കി കൊടുക്കാം. കണ്ടോ, നല്ല കൺസിസ്റ്റൻസി ആയിരിക്കാണ്. ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം.
ദോശ ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെറും 3 മിനിറ്റിൽ ആട്ടിയെടുത്ത ദോശമാവ് കൊണ്ടാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട.